യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്കറിയാം, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി പോകുന്ന വഴിയിൽ ശമരിയയിൽ നിൽക്കുകയും ശമരിയയിൽ ആ കിണറിന്റെ അരികിൽ നിന്ന് വെള്ളം കോരുവാൻ വരുന്ന ശമരിയാക്കാരത്തിയോട് നടത്തുന്ന ഒരു കോൺവെർസേഷൻ നമുക്കറിയാം. അങ്ങനെ യേശു അവളോട് മനസ്സലിഞ്ഞു, അല്ലെങ്കിൽ യേശുവിനെ അവൾ സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ യേശു കർത്താവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, യേശു മശീഹയാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുന്നതാണ്. കാരണം അതിലും ഭയങ്കരമായ ഒരു അനുഗ്രഹം ഒരാളുടെ ജീവിതത്തിലേക്ക് വരുവാനില്ല. കാരണം യേശു ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരും. അതാരുമായിക്കോട്ടെ, ഏത് തുറയിൽ ജീവിച്ച വ്യക്തിയുമായിക്കോട്ടെ, ഏത് സാഹചര്യത്തിൽ കിടക്കുന്ന വ്യക്തിയുമായിക്കോട്ടെ, എത്ര പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശു വന്നാൽ, ഹല്ലേലൂയ, യേശു വന്നാൽ ആ വ്യക്തിയുടെ ജീവിതം സമൂലം പരിപൂർണമായ മാറ്റം നമ്മുടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കും. നമുക്ക് ഓരോരുത്തരുടെയും ജീവിതം കാണുമ്പോൾ അറിയാം. അപ്പം നമുക്കറിയാം, യേശു അവളെ കാത്തിരിക്കുകയായിരുന്നു. യേശു അവളെ കാത്തിരുന്ന് അവളോട് സംസാരിക്കുന്നു. അവളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കുന്നു. യേശുവിനെ അവൾ സ്വീകരിക്കുന്നു. അവൾ ഓടി തന്റെ ദേശത്തേക്ക് പോയി തന്റെ ജീവിതത്തിൽ ഈ കർത്താവ് ചെയ്ത നന്മകളെ കുറിച്ച് പറയുന്നതായിട്ടൊക്കെ നമുക്ക് അറിയുവാൻ കഴിയും. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, ആമേൻ, ദൈവത്തിനെ ഉപയോഗിക്കുവാൻ ആരെയും കഴിയും. കർത്താവിനെ ആരോടും എതിർപ്പില്ല. ആമേൻ. നമ്മളെല്ലാം ചിന്തിക്കുമ്പോൾ ശമരിയാക്കാരത്തിയായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ചിന്തയാണ് അവളെക്കുറിച്ച് വരുന്നത്. പക്ഷെ കർത്താവ് അവളെക്കുറിച്ച് വേറെ ഒന്നും ചിന്തിച്ചില്ല. പ്രിയപ്പെട്ടവര്, കർത്താവ് അവളെ കണ്ടപ്പോൾ അവളുടെ ആത്മാവിന്റെ രക്ഷയാണ് യേശു ചിന്തിച്ചത്. കർത്താവ് ഏറ്റവും വിലമതിക്കുന്നത് ആത്മാക്കളുടെ വിടുതലാണ്, ആത്മാക്കളുടെ രക്ഷയാണ്. ആത്മാക്കളുടെ രക്ഷയിലേക്ക് വരണം, ഈ കർത്താവിനെ അറിയുവാൻ ഇടവരണം. അവൾ വന്നു, യേശുവിനെ അറിയുവാൻ ഇടവന്നു. ആമേൻ. അത് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ ഒരു ദേശത്ത് മാറ്റം കൊടുക്കുവാൻ ആ ശമരിയാക്കാരത്തിയായ സ്ത്രീയെ ദൈവം ഉപയോഗിച്ചു. ഈ ഒരു സ്ത്രീ കാരണം ആ ദേശത്തൊരു ഉണർവുണ്ടാകുവാൻ കാരണമായി. കർത്താവിന് ആരെയും ഉപയോഗിക്കുവാൻ കഴിയും. നിങ്ങൾ എത്ര പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നവരാണെന്ന് പറഞ്ഞാലും, എത്ര മോശം ജീവിതം നയിക്കുന്നവരാണെന്ന് പറഞ്ഞാലും, ഏത് സ്ഥിതിയിൽ കഴിയുന്നവരാണെന്ന് പറഞ്ഞാലും, യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവിടെയും വലിയ മാറ്റം വരിക. യേശുവിനെ മാറ്റാൻ കഴിയും. അത് മാത്രമല്ല, യേശു മുഖാന്തരം അവളിലൂടെ വലിയൊരു മാറ്റം ആ ദേശത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യേശു മുഖാന്തരം ആമേൻ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് മാറ്റം വരും. ആമേൻ. അപ്പം യേശു തന്റെ ഈ മകളുടെ ജീവിതത്തിൽ ചെയ്ത എന്തൊക്കെയെന്ന്, അല്ലെങ്കിൽ ഇവൾ യേശുവിൽ നിന്ന് മനസ്സിലാക്കിയത് എന്തൊക്കെ, ഇവൾ യേശുവിൽ നിന്ന് അനുഭവിച്ചത് എന്തൊക്കെയെന്ന് ഇവൾ പോയി സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം രക്ഷ ലഭിച്ച ശമരിയാക്കാരത്തി, യേശുവിനെ തിരിച്ചറിഞ്ഞ ശമരിയാക്കാരത്തി മിണ്ടാതെ ഇരുന്നില്ല. അവൾ ആരുമായിക്കോട്ടെ, പക്ഷെ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ ആരായി മാറി? അവൾ പുതിയ സൃഷ്ടിയായി മാറി. കർത്താവ് അവളിലൂടെ രക്ഷപ്പെടാൻ പ്രാപിക്കാൻ പോകുന്ന, അവളിലൂടെ വിടുവിക്കപ്പെടാൻ പോകുന്ന ആത്മാക്കളെയാണ് യേശു കണ്ടത്. അതാണ് യേശു അവളെ സ്നേഹിക്കുവാൻ കാരണം. യേശു അവളിലേക്ക് തന്റെ സ്നേഹത്തെ പകർന്നു കൊടുത്തു, അവളിലേക്ക് ആ സന്തോഷത്തെ പകർന്നു കൊടുത്തു. ആ സന്തോഷവും സ്നേഹവും സ്വീകരിച്ച ശമരിയാക്കാരത്തി അടങ്ങിയിരുന്നില്ല. അവൾ ഓടി തന്റെ ദേശത്തേക്ക് ചെന്നു. എപ്പോഴും കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിങ്ങൾക്ക് യേശു ചെയ്തത് പറയാതിരിക്കുന്നത് പാപമാണ്. യേശു ഒരാളുടെ ഉള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം മാറുമെന്നുള്ളതിന് തെളിവല്ലേ ഒരു പട്ടണത്തെ ചലിപ്പിക്കുവാൻ, ഒരു പട്ടണത്തെ മുഴുവനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ഒരു സാധാരണക്കാരിയായ സ്ത്രീ, സമൂഹത്തിൽ തള്ളപ്പെട്ട സ്ത്രീയെയാണ് യേശു ഉപയോഗിച്ചത്. ഇന്ന് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് യേശു വന്നത്, നിങ്ങൾ യേശുവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഇത് തന്നെയാണ്. നിങ്ങളായിരിക്കുന്ന ദേശത്ത് യേശുവിനെ പ്രസംഗിക്കുവാൻ, യേശുവിനെ കുറിച്ച് പറയുവാൻ, ഈ ഗുഡ് ന്യൂസ്, പാപികളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്, പാപത്തിന് പരിഹാരം തരുവാൻ കഴിവുള്ളൊരു യേശുവുണ്ട്, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം തരുവാൻ കഴിവുള്ളൊരു യേശുവുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ കഴിവുള്ളൊരു യേശുവുണ്ടെന്ന് പറയുവാനാണ് പ്രിയപ്പെട്ടവരെ ഈ യേശു നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. നമ്മൾ സന്തോഷം അനുഭവിക്കുന്നു, സമാധാനം അനുഭവിക്കുന്നു, സ്വസ്ഥത അനുഭവിക്കുന്നു, പാപമോചനം അനുഭവിച്ചു. എന്റെ ചോദ്യം ഇതാണ്, ഈ ശമരിയാക്കാരത്തിയുടെ വാക്ക് നിമിത്തം അനേകർ വന്നു. നമ്മുടെ വാക്ക് നിമിത്തം എത്ര പേർ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു? എത്ര പേർ യേശുവിനോട് പറഞ്ഞു എനിക്ക് നിന്നെ വേണം എന്ന് പറയുവാൻ തക്കോണം നമ്മുടെ വാക്കുകൾ കാരണമായി? നമ്മുടെ വാക്കുകൾ പലരെ മുറിപ്പെടുത്തുകയല്ലേ? നമ്മുടെ വാക്കുകൾ പലരെ ബന്ധങ്ങളെ അറ്റുകളയുന്ന വാക്കുകളാണ് പറയുന്നത്. നിന്റെ വാക്ക് നിമിത്തം യേശുവിനോട് ആളുകൾ അടുത്തു വരട്ടെ. അതാണ് എൻ്റെ നിങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. യേശുവിനോട് ആളുകൾ അടുത്തു വരട്ടെ. നിങ്ങളുടെ മേലൊരു വലിയ ദൗത്യമുണ്ട്, വലിയ ദൗത്യം. ആ ദൗത്യം ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.